ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് ഒരു കൊയിലീഷൻ സർക്കാരാണ്. ഒരു സഹകരണാടിസ്ഥാനത്തിൽ പോകുന്ന ഒരു മന്ത്രിസഭയും സർക്കാരും വിവിധ ഘടകകക്ഷികളും എല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് അതിൻ്റെ കൂടി വിലയിരുത്തലാവുമെന്നാണ് പൊതുവെയുള്ള ധാരണ. പക്ഷേ ഈ ധാരണകളെല്ലാം വെച്ചുകൊണ്ട് ബീഹാറിൽ കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ പല മാധ്യമങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും എയെ പ്രധാനമായിട്ടും എങ്ങനെയെല്ലാം അപകീർത്തിപ്പെടുത്താം, ഇല്ലെങ്കിൽ BJPയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു കൃത്യമായി മാധ്യമ നീക്കങ്ങളെല്ലാം നടന്നത്. BJPക്കകത്തും NDAക്കകത്തും എല്ലാം തന്നെ വലിയ പൊട്ടിത്തെറി നടക്കാൻ പോകുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ അടുത്ത് വരുമ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കം പൂർത്തിയാക്കാൻ കഴിയില്ല, വലിയ പ്രശ്നങ്ങളുണ്ടാകും. ചിരാഗ് പാസ്വാനെ പോലുള്ള നേതാക്കളെല്ലാം തന്നെ NDA വിട്ട് ഇന്ത്യ സഖ്യത്തിലേക്കോ മറ്റേതെങ്കിലും ഒക്കെ മുന്നണികളിലേക്കോ ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ വിലയിരുത്തലുകൾ വന്നു. പക്ഷേ ഇപ്പോഴിതാ ഈ പറയുന്ന സീറ്റ് വിഭജനം പൂർത്തിയാക്കുമ്പോൾ NDA പൂർണ്ണമായിട്ടും കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ സീറ്റുകളും വിഭജിച്ചിരിക്കുന്നു, കൃത്യമായിട്ടുള്ള ധാരണയിലെത്തിയിരിക്കുന്നു. ഇന്ത്യ സഖ്യം എങ്ങും എത്തിയിട്ടുമില്ല. ഈ പറഞ്ഞവരുടെയൊക്കെ നാവിപ്പോൾ എവിടെയാണ്? ഈ ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NDAക്കുണ്ടായ ഏറ്റവും വലിയൊരു നേട്ടം, അല്ലെങ്കിൽ BJPക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം, ഈ രാഷ്ട്രീയ ചാണക്യൻ എന്നറിയപ്പെടുന്നത് അമിത്ഷായാണ്. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് സോഷ്യൽ എൻജിനീയറിംഗ് ഏറ്റവും ഭംഗിയായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന ആളാണ് അമിത്ഷാ. നമുക്കതറിയാം, നമ്മൾ പല തിരഞ്ഞെടുപ്പുകളിലും അത് കണ്ടതാണ്. അത് ഹരിയാനയിലാകട്ടെ, മഹാരാഷ്ട്രയിലാകട്ടെ, UPയിലാകട്ടെ, അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വിജയിക്കുന്നത് നമ്മൾ കണ്ടു. അത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നമ്മളത് കാണുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന് ഈ വിജയത്തിനോട് അടുക്കാൻ കഴിയാതെ പോയുള്ളൂ. പക്ഷേ ഒരു സമ്പൂർണ്ണമായ പരാജയം അവിടെയും സംഭവിച്ചില്ല. ഉദാഹരണത്തിന് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ തെരഞ്ഞെടുപ്പാണ്, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ NDAക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത് ഈ സോഷ്യൽ എൻജിനീയറിംഗ് നടപ്പാക്കുന്നതിൽ, ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിൽ ഒരു അമിത്ഷായുടെ ആ ചാണക്യ ബുദ്ധിക്ക് ഒരു പിൻഗാമി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് മറ്റാരുമല്ല, ധർമ്മേന്ദ്ര പ്രധാനാണ്. അദ്ദേഹം വളരെ സമർത്ഥമായി NDAയുടെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കി. യാതൊരു അലോസരങ്ങളുമില്ലാതെ, അസ്വാരസ്യങ്ങളില്ലാതെ, തർക്കങ്ങളില്ലാതെ NDA മുന്നണി, അവരുടെ പാർട്ടികൾ, രാഷ്ട്രീയ കക്ഷികൾ അതിനകത്തുണ്ട്. അത് BJP ഉണ്ട്, JDU ഉണ്ട്, രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയുണ്ട്, ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിയുണ്ട്, ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിയുണ്ട്. ഇവിടെ എല്ലാം കൃത്യമായി ഒരു തർക്കത്തിനും ഇട നൽകാതെ, ഒരു വെല്ലുവിളിയും കൂടാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. മുഖ്യ കക്ഷികളായ, അതായത് ഈ NDA മുന്നണിയെ നയിക്കുന്ന BJPയും JDUവും 101 സീറ്റുകളിൽ വീതം മത്സരിക്കും. അവിടെ ആകെ 243 സീറ്റുകളാണ് ഉള്ളത്. അതിൽ 202 സീറ്റുകളിൽ തുല്യമായിട്ട് BJPയും JDUവും മത്സരിക്കുന്നു. 29 സീറ്റുകളിലാണ് ചിരാഗ് പാസ്വാന്റെ പാർട്ടി, അതായത് രാംവിലാസ് പാസ്വാന്റെ പാർട്ടി, ലോക് ജനശക്തി പാർട്ടി മത്സരിക്കുന്നത്. ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിയും ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിയും 6 സീറ്റുകളിൽ വീതം മത്സരിക്കുന്നു. തുടക്കത്തിൽ ഇവർ രണ്ടുപേരും 15 സീറ്റുകളാണ് ചോദിച്ചിരുന്നത്. പക്ഷേ ഈ ധർമ്മേന്ദ്ര പ്രധാൻ ബീഹാറിലെത്തി ചർച്ചകൾ പുരോഗമിച്ചപ്പോൾ അവർ രണ്ടുപേരും ധർമ്മേന്ദ്ര പ്രധാൻ മുന്നോട്ട് വെച്ച ഫോർമുല അംഗീകരിക്കുകയായിരുന്നു. രണ്ടുപേരും 6 സീറ്റുകളിൽ വീതം മത്സരിക്കാം എന്ന് ധാരണയായി. പകരം അവർക്ക് മുന്നണിയിൽ മറ്റു ചില സ്ഥാനങ്ങളും പദവികളും ഒക്കെ കൊടുക്കും. അതുപോലെ തന്നെ അവിടെ ബീഹാറിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് കൂടുതൽ അംഗങ്ങളെ ഇരുവർക്കും നൽകാം എന്ന ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. അത് എത്ര അംഗങ്ങളെ നൽകും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്തലുകളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ രാംവിലാസ് പാസ്വാന്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ മകൻ ചിരാഗ് പാസ്വാനാണ് ഇപ്പോൾ അത് നയിക്കുന്നത്. ചിരാഗ് പാസ്വാൻ ഏതാണ്ട് 40 സീറ്റുകൾ വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ തവണ JDUവുമായിട്ട് അവർ തർക്കിച്ച് മുന്നണിക്ക് പുറത്തു പോവുകയും JDU മത്സരിച്ച മുഴുവൻ സീറ്റുകളിലടക്കം 143 സീറ്റുകളിൽ അവർ മത്സരിക്കുകയും ചെയ്തു. അവർക്ക് വിജയിക്കാനായില്ലെങ്കിലും JDUവിന് അതുകൊണ്ട് വലിയ പരിക്കുണ്ടായി. ഇക്കുറി അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ അത്തരത്തിലൊരു ബലം പിടുത്തത്തിന് നിതീഷ് കുമാറോ JDUവോ
നിന്നുകൊടുത്തില്ല. പകരം അത് BJP എന്ത് തീരുമാനിക്കുന്നു, മുന്നണിയെ നയിക്കുന്നത് BJP ആണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് BJPയെ സംബന്ധിച്ചും JDUവിനെ സംബന്ധിച്ചും. കേന്ദ്രത്തിൽ ഇപ്പോഴൊരു കൂട്ടുകക്ഷി ഭരണമാണ് എന്ന് പ്രിയൻ പറഞ്ഞല്ലോ, വളരെ ശരിയാണ്. അവിടെ ഈ JDUവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും പങ്ക് വളരെ നിർണായകമാണ്. അവർക്ക് സർക്കാരിൽ വലിയ സ്വാധീനവുമുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറി 1 വർഷവും 4 മാസവും കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നത്. തീർച്ചയായിട്ടും കേന്ദ്രഭരണത്തെക്കുറിച്ചും ഒരു വിലയിരുത്തൽ ഒരു പക്ഷേ ഇതിനകത്തുണ്ടാകും എന്ന് NDA കരുതുന്നു, അങ്ങനെ വിലയിരുത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അമിത്ഷാ അടക്കമുള്ളവർ അത്തരത്തിലൊരു വിലയിരുത്തൽ ജനങ്ങളുടെ ഭാഗത്ത്, ബീഹാറിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് കരുതുന്നുണ്ട്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ വിജയിച്ച് ഭരണം നിലനിർത്തുക, തുടരുക എന്നുള്ളതാണ് NDAയുടെ അജണ്ട. അവർ പതിവ് പോലെ ഏറ്റവും കളങ്കരഹിതമായ പ്രതിച്ഛായയുള്ള നമ്മുടെ നിതീഷ് കുമാറിനെ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്നത്. നിതീഷ് കുമാർ ആകട്ടെ തനിക്ക് തൻ്റെ തട്ടകം ബീഹാറാണെന്നും താൻ ബീഹാർ വിട്ട് മറ്റൊരിടത്തേക്കും പോകുന്നില്ല എന്നും അത് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് അദ്ദേഹവും നിൽക്കുന്നത്. അദ്ദേഹത്തിന് ബീഹാറിൻ്റെ ഭരണം മതി. അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയി അവിടെ മന്ത്രിയാകാനോ അവിടെ എന്തെങ്കിലും ഇടപെടലുകൾ നടത്താനോ അദ്ദേഹം തയ്യാറല്ല. അത് അദ്ദേഹത്തിൻ്റെ ക്ലീൻ ഇമേജ് NDAയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഇനി ഈ ചെറുപ്പക്കാരനാണ് ചിരാഗ് പാസ്വാൻ. പട്ടികജാതി വോട്ടുകളിൽ അദ്ദേഹത്തിന് നിർണായക സ്വാധീനമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം സവർണ ഹിന്ദു വോട്ടുകളും പട്ടികജാതി വോട്ടുകളും ഒരുപോലെ സമാഹരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് ബീഹാറിലെ BJP. അതുകൊണ്ട് തന്നെ ഈ 2 വിഭാഗങ്ങളെയും കയ്യിലെടുത്തുകൊണ്ട് BJPക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിൽ ചിരാഗ് പാസ്വാൻ കൂടെ ചേരുമ്പോൾ ഒരു വലിയ നേട്ടം, വോട്ട് വിഹിതത്തിലടക്കം സീറ്റുകളുടെ എണ്ണത്തിലടക്കം NDAക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പുറത്ത് അതിൻ്റെ കൂടെ തന്നെ JDUവുമുണ്ട്. JDUവിനാകട്ടെ ഈ OBC വിഭാഗങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട്. അതും NDAക്ക് അനുകൂലമായി മാറും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ഇതിൻ്റെ മറുവശം നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാകുന്നത്. അവിടെ RJD നേതൃത്വം നൽകുന്ന, സത്യത്തിൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും ബീഹാറിൽ കോൺഗ്രസിൻ്റെ നിഴൽ പോലും കാണാനില്ല എന്നുള്ളതാണ് സത്യം. അവിടെ RJD മാത്രമാണ്. രാഹുൽ അവിടെ വലിയ യാത്രയൊക്കെ നടത്തി താനൊരു വലിയ സംഭവമാണ്, ബീഹാറിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ വലിയ ശ്രമം നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല എന്നുള്ളതാണ് സത്യം. കുറേ മാധ്യമങ്ങൾ അതിങ്ങനെ വലിയ വാർത്തയാക്കി, വലിയ ചർച്ചയാക്കി, കേരളത്തിലടക്കം വലിയ രീതിയിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും, ബീഹാറിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും എന്നൊക്കെയാണ് അവർ ഈ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചത്. പക്ഷേ ഇതുവരെ ശരിയായ വിധത്തിൽ സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കോൺഗ്രസ് കഴിഞ്ഞ തവണ 70 സീറ്റിൽ മത്സരിച്ച് 19 സീറ്റിൽ മാത്രം വിജയിച്ച പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇക്കുറി അത്രയും സീറ്റുകൾ നൽകാൻ RJD തയ്യാറല്ല. അത് RJD വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി കോൺഗ്രസ് 70 എന്നുള്ളത് ഒരല്പം കുറയ്ക്കാൻ തയ്യാറാണ്, 60ലേക്ക് വരാൻ തയ്യാറാണ്. പക്ഷേ 60 സീറ്റും കൊടുക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് RJD പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴിതാ സീറ്റ് വിഭജനം കീറാമുട്ടിയായി മാറി. സീറ്റ് വിഭജന ചർച്ച തന്നെ ആകെ പൊളിഞ്ഞ് ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ലാലു, ഭാര്യ റാബ്രി ദേവി, മകൻ തേജസ്വി യാദവ് തുടങ്ങി RJDയിലെ മറ്റു പല മുതിർന്ന നേതാക്കളടക്കം ഇപ്പോൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം രാഹുൽ ഗാന്ധിയെ കണ്ട് കൺവിൻസ് ചെയ്യുക, പരമാവധി സീറ്റുകളിൽ RJD ജയിച്ചു വരിക എന്നുള്ളതാണ്. അതിന് തേജസ്വി യാദവ് പറയുന്നത് 243 സീറ്റിലും മത്സരിക്കുന്നത് ഞാനാണ്, എൻ്റെ പടം വെച്ചാണ് വോട്ട് ചോദിക്കുന്നത്, എനിക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ഒപ്പം നിന്നാൽ കോൺഗ്രസ്സിന് കൊള്ളാം, ഇല്ലെങ്കിൽ കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്ന ഒരു നിലപാടാണ് ഈ RJDയും തേജസ്വി യാദവും സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ബലഹീനത കൃത്യമായി അവർക്കറിയാം. അത് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് സംഘടനാപരമായിട്ട് വളരെയധികം ദുർബലപ്പെട്ടിരിക്കുകയാണ് ബീഹാറിൽ. ഒരർത്ഥത്തിൽ
ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ മരുന്നിന് അതിനേക്കാൾ ശക്തി അവർക്ക് ഒരു പക്ഷേ ബംഗാളിൽ ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പുറത്ത് ബീഹാറിൽ വളരെ ദുർബലമാണ്. നമുക്കറിയാം ജാർഖണ്ഡിൽ ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് ഭരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ, മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, UP-യിൽ ഒക്കെ കോൺഗ്രസ് നിലംപരിശായി കഴിഞ്ഞു. ഈ ബീഹാറിൽ RJDയുടെ തണലിൽ, RJD എന്ന ആൽവൃക്ഷത്തിൻ്റെ തണലിൽ അതിൻ്റെ ഒരു നിഴലായിട്ട് നിൽക്കാൻ പോലും കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും അവിടെ ഈ പറയുന്നത് പോലെ സീറ്റ് വിഭജനത്തിൽ പുതിയ കക്ഷികളൊക്കെ വന്നാൽ ഈ ചിരാഗ് പാസ്വാനെയൊക്കെ കൊണ്ടുവരും എന്നൊരു ശ്രുതി അവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ മാധ്യമങ്ങൾ പ്രചാരണവും നടത്തിയിരുന്നു. ചിരാഗ് പാസ്വാൻ NDA വിടും, ഇങ്ങോട്ട് വരും, കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കും, പിന്നെ മഹാഗഠബന്ധൻ, അതായത് ഈ ഇന്ത്യ സഖ്യം ബീഹാറിൽ വിജയിച്ചു കയറും, തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകും എന്നൊക്കെയായിരുന്നു പല മാധ്യമങ്ങളും തുടക്കം തൊട്ടേ പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചത്. ഇപ്പോഴിതാ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി എന്നുള്ളതാണ് സത്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതുവരെ ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അനാരോഗ്യകരമായ ഒരുപാട് പ്രവണതകൾ മുന്നണിക്കുള്ളിൽ തന്നെയുണ്ട്. ഇതിൻ്റെ ഒപ്പമാണ് പ്രശാന്ത് കിഷോർ പുതിയൊരു പാർട്ടിയുമായിട്ട് വന്ന്, ജൻസ്വരാജ് പാർട്ടിയുമായിട്ട് വന്ന് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. അതുപോലെ ഉവൈസിയുടെ പാർട്ടി മുസ്ലിം പോക്കറ്റുകളിൽ അവർ മത്സരിക്കുന്നുണ്ട്. അവർ ഒരു പക്ഷേ വിജയിച്ചില്ലെങ്കിൽ പോലും വലിയ രീതിയിൽ ഈ ഇന്ത്യ മുന്നണിക്ക് കിട്ടേണ്ട മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ അവർക്ക് സാധിച്ചേക്കും. അതും ഈ പറഞ്ഞതുപോലെ NDAക്ക് അനുഗ്രഹമായി മാറും. ആ മണ്ഡലങ്ങളിൽ പോലും NDA വിജയിച്ചു വരാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്തായാലും ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ, കരുനീക്കങ്ങൾ നടത്തുന്നതിൽ ഒക്കെ ലാലുവിൻ്റെ ആ പഴയ പ്രൗഢി നഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ലാലു, ആ പഴയ തന്ത്രജ്ഞനായ ലാലുവിനെ ഇവിടെ എങ്ങും കാണാനില്ല. ഈ പറഞ്ഞതുപോലെ തർക്കങ്ങളും കുതർക്കങ്ങളും വെല്ലുവിളികളും വാദങ്ങളും ഒക്കെയായിട്ട് ഇന്ത്യ സഖ്യം വലിയ പ്രതിസന്ധി നേരിടുകയാണ് ബീഹാറിൽ. ആ പ്രതിസന്ധി മുതലെടുക്കാൻ ഒറ്റക്കെട്ടായിട്ട് NDA സഖ്യം മുന്നിട്ട് നിൽക്കുന്നു. അവർക്കതിന് കഴിയുന്നു എന്നുള്ളതാണ് ബീഹാർ നൽകുന്ന ഒരു നമുക്ക് നൽകുന്ന പാഠം. അതാണ്. എന്തായാലും വരാൻ പോകുന്ന നവംബർ 14 നമുക്കറിയാം ആരാണ് ബീഹാർ ഭരിക്കാൻ പോകുന്നത്. ബീഹാറിൽ ആര് വാഴും ആര് വീഴും എന്ന് നമുക്ക് നവംബർ 14 അറിയാം.